ഈ മനുഷ്യൻ എപ്പോഴെല്ലാം മത്സ്യം കഴിക്കാറുണ്ടോ അപ്പോഴെല്ലാം അയാളുടെ ഭാര്യ അതിനു മുമ്പായി മത്സ്യത്തിന്റെ കണ്ണുകൾ നീക്കം ചെയ്യുമായിരുന്നു. അന്ധനായതുകൊണ്ട് 10 വർഷത്തോളം അദ്ദേഹം അതിനെക്കുറിച്ച് പരാതിപ്പെട്ടില്ല. അദ്ദേഹം വലിയ സന്തോഷത്തോടെ ആ മത്സ്യം കഴിച്ചു. ഇത് കാണുമ്പോൾ അയാളുടെ ഭാര്യയുടെ മുഖത്ത് എപ്പോഴും ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിയുമായിരുന്നു. ജനനം മുതൽ ആ മനുഷ്യൻ അന്ധനായിരുന്നു, പക്ഷേ അവന്റെ മുഖം അങ്ങേയറ്റം സുന്ദരമായിരുന്നു. ഇക്കാരണത്താൽ ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷനായി അദ്ദേഹം കണക്കാക്കപ്പെട്ടു. ഗ്രാമത്തിലെ പല സ്ത്രീകളും അവനിൽ ആകൃഷ്ടരായിരുന്നു. മസാജിനായി പലപ്പോഴും അവനെ സമീപിക്കാറുമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പെരുമാറ്റം വ്യത്യസ്തമായിരുന്നു. തനിക്ക് കാഴ്ച തിരികെ ലഭിക്കണമെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി 100 തവണ പ്രാർത്ഥിക്കാൻ അവൾ ആ മനുഷ്യനോട് പറഞ്ഞു. കാരണം അവളുടെ മുടന്തുള്ള സുഹൃത്ത് ദിവസവും ആ ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ യഥാർത്ഥത്തിൽ സാധാരണ നിലയിൽ നടക്കാൻ തുടങ്ങി. ജോലിക്ക് ശേഷം താനും ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആ മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട നിമിഷം താൻ വളരെ വിരൂപയാണെന്ന് അവൾക്കറിയാമായിരുന്നതിനാൽ അവൾ പരിഭ്രമിച്ചു. ഭർത്താവിന്റെ കാഴ്ചശക്തി ഭേദമായാൽ അദ്ദേഹം തന്നെ വെറുക്കാൻ തുടങ്ങുമെന്ന് അവൾ ഭയന്നു. അവൾ അവനെ തടയാൻ എത്ര ശ്രമിച്ചിട്ടും താൻ തീർച്ചയായും പോയി പ്രാർത്ഥിക്കുമെന്ന് ആ മനുഷ്യൻ ഉറപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ അവൻ നേരത്തെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവൻ ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. അവൻ ക്ഷേത്രത്തിലേക്ക് പോകുകയാണെന്ന് കേട്ടപ്പോൾ അവൾ വളരെ സന്തോഷിച്ചു. കാരണം അവന് കാഴ്ച തിരികെ ലഭിച്ചാൽ ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി ആരാണെന്ന് ഒടുവിൽ അവന് മനസ്സിലാകും. ആ മനുഷ്യൻ ക്ഷേത്രത്തിലെത്തി ഒരു നാണയമിട്ടു ഭക്തിയോടെ കൈകൾ കൂപ്പി ദൈവം തന്റെ കാഴ്ച തിരികെ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ 100 കണക്കിന് തവണ പ്രാർത്ഥിച്ചിട്ടും അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവന്റെ ഭാര്യയും ദിവസവും ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ തന്റെ ഭർത്താവ് എന്നേക്കുമായി അന്ധനായി തുടരണമെന്ന് അവൾ പ്രാർത്ഥിച്ചു. ഇക്കാരണത്താൽ ആ മനുഷ്യന് പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ദിവസം തിരികെ വീട്ടിലെത്തി നിലത്തുനിന്ന് ഒരു കല്ലെടുക്കാൻ കുനിഞ്ഞപ്പോൾ പെട്ടെന്ന് അവന്റെ കാഴ്ച തിരികെ ലഭിച്ചു. അവൻ സന്തോഷത്തോടെ ചാടുകയും ഭാര്യയെ മുറുകെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ മുഖത്തെ വിചിത്രമായ ഭാവം അവൻ ശ്രദ്ധിച്ചില്ല. കാരണം അവൻ ജനനം മുതൽ അന്ധനായിരുന്നു. സൗന്ദര്യവും വിരൂപതയും തമ്മിലുള്ള വ്യത്യാസം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭാര്യയാണ് എല്ലാറ്റിലും വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയെന്ന് അവൻ ലളിതമായി വിശ്വസിച്ചു.